ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ അൻപോട് കൺമണി എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. കല്യാണം കഴിഞ്ഞ് കുറെ നാളായിട്ടും കുട്ടികളുണ്ടാവാത്ത നമ്മുടെ നായകനും നായികയ്ക്കും നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ പൊറുതിമുട്ടിയ നമ്മുടെ നായികയാണെങ്കിൽ ദേഷ്യം വന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അങ്ങനെ ഇതുകൊണ്ടെല്ലാം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഫൈനലി അവർക്ക് കുട്ടികളുണ്ടായോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നു. അയാൾക്ക് ഇപ്പം 4 കുട്ടികളുണ്ട്. പോരാത്തതിന് അയാളുടെ ഭാര്യ ഇപ്പൊ പ്രഗ്നന്റും കൂടിയാണ്. ഈ കുട്ടി കൂടി പിറന്നു കഴിഞ്ഞാൽ 5 കുട്ടികളാവും. ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ നായകൻ. കാർത്തിക് എന്നാണ് നായകന്റെ പേര്. 2 ദിവസം കഴിഞ്ഞ നായകന്റെ കല്യാണമാണ്. സോ കല്യാണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നായകനാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ഫേഷ്യലൊക്കെ ചെയ്യാൻ വന്നിരിക്കുന്നു. കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മുടെ നായകന്റെ ഫ്രണ്ടും കൂടി ഒരു ബൈക്ക് ഷോറൂമിലേക്ക് വന്ന് ഒരു ബുള്ളറ്റ് വാങ്ങുന്നു. എന്നിട്ട് അതിന്റെ ഫോട്ടോ നായകൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാവി വധുവിനും വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ഈ ഫോട്ടോ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന ആ പെൺകുട്ടി, അതായത് നമ്മുടെ മൂവിയിലെ നായിക കാണുന്നു. അങ്ങനെ അവൾ ഈ ഫോട്ടോ ഫാമിലിക്കും കാട്ടി കൊടുക്കുവാണ്. അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞാൽ ഈ ബൈക്കിൽ കറങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് ഈ സമയം അവളുടെ ഫാമിലി അവളോട് അതിനെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ അവൾ ചിരിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ചെങ്കൽ ചൂളയാണ്. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നായകനാണ്. കല്യാണം വരാൻ പോവായതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് ഇനി ഇങ്ങോട്ടൊന്നും വരാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മുടെ നായകനാണെങ്കിൽ ഫ്രീ ഉള്ള ഒരു സമയത്ത് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് പോകുന്നു. അങ്ങനെ ഇപ്പൊ ആ സീനെല്ലാം കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെയും നായികന്റെയും കല്യാണമാണ്. അങ്ങനെ അവരുടെ കല്യാണം എല്ലാം ഭംഗിയായി കഴിയുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നായകന്റെ അടുത്ത് വന്ന് പതിവ് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു. വിശേഷമൊന്നും ആയില്ലേ മോളേന്ന്. എന്നാൽ സ്റ്റാർട്ടിംഗ് ഒക്കെ അങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ വിശേഷമൊന്നും ആയില്ല എന്നും പറഞ്ഞ് നായിക അങ്ങനെ ഒഴിവാക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോകുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. ഈ സമയത്ത് നാട്ടുകാരുടെ ചോദ്യം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ ചോദ്യം കേട്ട് 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 നായികയാണെങ്കിൽ അത്രയും അടുത്തു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നായകന്റെ അമ്മായിയമ്മന്റെ, അതായത് നായകന്റെ അമ്മേന്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് അവരും ഇതേ ചോദ്യം ചോദിച്ച് നായകന് ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഓൾറെഡി എല്ലാവരുടെയും ഇതുപോലുള്ള ചോദ്യങ്ങൾ കേട്ട് നായികയ്ക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവായിരുന്നു. ഇവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളും ചോദിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ദേഷ്യം വന്ന് നമ്മുടെ നായികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന ചൂട് ചായ അവരുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് മേല ഇതിനെപ്പറ്റി ഇനി ചോദിച്ചു പോലെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് ആ സ്ത്രീ നായികയായിട്ട് വഴക്കുണ്ടാക്കുന്നു അവിടെ വെച്ച്. ഈ സമയം അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് നമ്മുടെ നായകൻ വരുന്നത്. കാര്യം അന്വേഷിക്കുന്ന സമയത്ത് നായകന്റെ അമ്മ എന്റെ ഫ്രണ്ട് ഇവിടേക്ക് വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികളുണ്ടാവത്തിനെ പറ്റി അവൾ നിന്റെ ഭാര്യനോടും ചോദിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന നിന്റെ ഭാര്യ എന്റെ ഫ്രണ്ടിന്റെ മുഖത്ത് ചൂടിയായി ഒഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് അമ്മ കാര്യങ്ങളൊക്കെ നായകനോട് പറയുന്നു. ഇത് കേൾക്കുന്ന നായകൻ നായകനോട് നീ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികളുണ്ടായില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുക തന്നെ ചെയ്യും. അതിനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ ഈ സമയം നായകനെ കുറ്റപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സമയം എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ ആ സീൻ ഒതുക്കുന്നു. അതിന് നായകനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് നായകൻ അവളെ എന്ന് കൂളാക്കുവാണ്. ഈ സമയത്ത് നായിക പറയുന്നു, എത്ര നാളായി ഈ ചോദ്യം കേട്ടോണ്ടിരിക്കുന്നു, കേട്ട് കേട്ട് ഞാൻ മടുത്തു, സൈ കേട്ട് ചെയ്തു പോയതാണിത്, ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞ ഈ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ അന്ന് ഈവനിങ് നമ്മുടെ നായകനും അവന്റെ ഫ്രണ്ട്സും കൂടി ഒരുമിച്ച് ഒരു ചായക്കടയിൽ ഇരുന്ന് ചായയും കുടിച്ച് അങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കൂടുന്നത് ഇവരൊരു ശീലമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഇന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം നായകൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. നായിക ലേഡീന്റെ മുഖത്ത് ചായ ഒഴിച്ചത് അത്ര നിസ്സാര സീനൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അത് ഒതുക്കാൻ വേണ്ടി നായകൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. സംഭവിച്ചു പോയതിന് ആ ലേഡിക്ക് നഷ്ടപരിഹാരം വരെ നായകൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാളും നായകനും നായികയ്ക്കും കുട്ടികളില്ലാത്തതായിരുന്നു നാട്ടിലെ സംസാരം. എന്നാൽ ഇപ്പം നായകന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയതുകൊണ്ട് ഇനി എല്ലാവരും ഈ കാര്യം കൂടി പറഞ്ഞു നടക്കും. ആ കാര്യങ്ങളിൽ ആലോചിച്ച് നമ്മുടെ നായികയാണെങ്കിൽ ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. അവളെ ടെൻഷൻ അടിച്ചോലെ തന്നെ നാട്ടുകാർ മുഴുവൻ ഇതിനെപ്പറ്റിയായിരുന്നു സംസാരം. വീടിന്റെ അയൽപക്കത്തെ ആൾക്കാരൊക്കെ നായകന്റെ അമ്മേന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. നാട്ടുകാരൊക്കെ ഈ കാര്യമൊക്കെ ചോദിച്ച് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നായകന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ നാണക്കേട് പോലെ തോന്നുന്നു. അങ്ങനെ ഈ ഒരു ദേഷ്യം വെച്ച് നായകന്റെ അമ്മയാണെങ്കിൽ നായകന്റെ പിന്നീട് പെരുമാറുകയും ചെയ്യുന്നു. ഇതെല്ലാം നായികയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം കൊടുക്കുന്നു. ദേഷ്യം കൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി. പാവം നമ്മുടെ നായികയ്ക്ക് അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടിയും വരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നായകനാണെങ്കിൽ അവളെ മാക്സിമം സമാധാനിപ്പിക്കുന്നു. നായകൻ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി നായകന്റെ അമ്മയാണെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ അടുത്തൊരു കൃഷ്ണന്റെ അമ്പലമുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥനയും പൂജകളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ സീൻസ് എല്ലാം ഈ സമയത്ത് കാണിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന നായകന്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് ലീവിന് വേണ്ടി വരുന്നത്. നായകന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. സോ ഇത് കൂടാൻ വേണ്ടിയാണ് അവിടെയുള്ള ഇയാൾ വരെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നടക്കാൻ പോകുന്ന ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി നായകൻ ഇപ്പൊ നായകൻ വിളിക്കുന്നു. ഞാൻ വരുന്നില്ല, ആ ഫംഗ്ഷന് നാട്ടുകാരെല്ലാം കൂടുന്നതല്ലേ, അവരൊക്കെ എന്നെ കാണുമ്പോൾ നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കുകയും
നമുക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിനെ പറ്റി സംസാരിച്ച് എന്നെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് നായിക പറയുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്നും നീ ആലോചിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയില്ലേ, സോ അതൊന്നും പ്രശ്നമില്ല, നീ എന്റെ കൂടെ വാ. സപ്പോസ് നീ വന്നില്ലെങ്കിൽ നിന്നെന്താ കൊണ്ടുവരത്തേന്നായിരിക്കും എല്ലാവരും എന്നോട് ചോദിക്കാൻ പോവാ. അതുകൊണ്ട് നീ പോരെയെന്നും പറഞ്ഞ് നായകനവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കല്യാണ വീടാണ്. അവിടേക്ക് എത്തിയതിനു ശേഷം നായകൻ അവരുടെ ഫ്രണ്ട്സുമായിട്ട് തിരക്കിലായി പോകുന്നു. നമ്മുടെ നായികയാണെങ്കിൽ അമ്മായിയമ്മേന്റെ കൂടെ. അങ്ങനെ അവർ അടുക്കളയിലേക്ക് എത്തുന്ന സമയം നായകന്റെ അമ്മേന്റെ ഫ്രണ്ടിന്റെ മകന് റീസെന്റ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ട് അമ്മേന്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നത് അമ്മ കാണുന്നു. അങ്ങനെ ഇപ്പൊ ആ കുട്ടീനെ ചെന്ന് അമ്മ എടുക്കുവാണ്, അതിനെ താലോലിക്കുവാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ എന്തോ പോലെയാവുന്നു. അവർക്കൊരു കുഞ്ഞിനെ ഇതേപോലെ താലോലിക്കാനായിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ അവൾ ആലോചിച്ച് വിഷമിക്കുവാണ്. ഈ സമയത്ത് അടുക്കളയിൽ നിന്ന് മോളി ചായ പുറത്തിരിക്കുന്നവർക്കൊന്ന് കൊടുക്കുമെന്ന് ഒരു ലേഡി നായകനോട് ചോദിക്കുന്നു. അപ്പം നായിക കൊടുക്കാമെന്നും പറഞ്ഞ് അതും വാങ്ങിക്കൊണ്ട് നേരെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ നായിക അവിടെ ചായ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നായിക മുഖത്ത് ചായ ഒഴിച്ചാൽ ലേഡിയില്ലേ, അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് നായകനെ കണ്ടിട്ട് അന്ന് നായിക ചെയ്ത ആ കാര്യത്തിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് നായകനെ കുറ്റപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയോ എല്ലാവരോടും സംസാരിക്കുന്നു. അങ്ങനെ വളരെ മോശമായിട്ട് നായകനെ പറ്റി ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ നായിക പെട്ടെന്ന് തന്നെ തിരിച്ച് അടുക്കളയിലേക്ക് വരുന്നു. എന്നിട്ട് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അടുക്കളയിൽ നായികന്റെ അമ്മായിയമ്മന്റെ ഫ്രണ്ടിന്റെ മകന്റെ കുട്ടി എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കുഞ്ഞിനെ ഇപ്പൊ അതിന്റെ അമ്മ നായികന്റെ കയ്യിൽ നിന്ന് നോക്കാൻ കൊടുത്ത് ഒന്ന് വാഷ്റൂമിലേക്ക് പോവാണ്. ഈ സമയം സന്തോഷത്തോടുകൂടി നായിക കുഞ്ഞിനെ വാങ്ങി അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം നായകന്റെ അമ്മായിയമ്മന്റെ ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഇവളുടെ അടുത്താണോ അവള് കുഞ്ഞിനെയും കൊടുത്തിട്ട് പോയത്? ഇതുപോലുള്ളവളുടെ അടുത്തൊക്കെ കുഞ്ഞിനെ കൊടുത്തിട്ട് പോയാ കുഞ്ഞിന് ദോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നായകനെ കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിച്ച് അവര് നായകന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങുന്നു. അവർ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായികയ്ക്ക് ഒരുപാട് സങ്കടമായി പോവാണ്. ഈ സമയം ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ നായകന്റെ അമ്മായിയമ്മ വരുന്നു. നായകനോട് ഇങ്ങനെയെല്ലാം ഫ്രണ്ട് പറഞ്ഞത് കേട്ടിട്ട് നായകന്റെ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പൊ ഈ സമയം നായികയ്ക്ക് വേണ്ടി അവരവിടെ സംസാരിക്കുവാണ്. അതായത് മോളൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് നായകനെ സമാധാനിപ്പിച്ച് അവരവിടുന്ന് കൂട്ടിക്കൊണ്ടും പോകുന്നു. അങ്ങനെ ആ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയം നായിക കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നായകനോട് പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായിക സങ്കടപ്പെടുന്ന സമയത്ത് അവളെ സങ്കടം കണ്ട് നായകനും സങ്കടം തോന്നുന്നു. അങ്ങനെ ആ സീനിയുടെ കട്ടെ അടുത്ത സീനില് ഫ്രണ്ട്സിനോടൊപ്പം രാത്രി ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ കാണിക്കുന്നു. നായകൻ അവന്റെ സങ്കടങ്ങളെല്ലാം ഈ സമയത്ത് അവരോട് ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അബ്രോഡിൽ നിന്ന് വന്ന നായകന്റെ ആ ഫ്രണ്ടില്ലേ, അയാൾ നായകന് ഓവുലേഷൻ പീരീഡ് എന്താണെന്ന് ഫോണിൽ ഒരു പിക്ചർ കാട്ടിക്കൊടുത്ത് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. സ്ത്രീകളുടെ പീരീഡ്സ് കഴിഞ്ഞ അവിടുന്നുള്ള 10 മുതൽ 15 ദിവസമാണ് ഓവുലേഷൻ പീരീഡ്. ആ ഒരു സമയത്ത് സെക്സ് ചെയ്ത പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കാർത്തികെ നീ ഈ ഒരു രീതിക്ക് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യും, അപ്പൊ തീർച്ചയായിട്ടും നിനക്ക് കുട്ടി ഉണ്ടാവുമെന്ന് ഈ സമയം ഫ്രണ്ട്സ് പറയുന്നു. ഇത് കേൾക്കുന്ന നായകൻ എന്നാ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുവാണ്. അങ്ങനെ ഒന്ന് വീട്ടിലേക്ക് എത്തി നമ്മുടെ നായകനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ നായികയ്ക്ക് പീരീഡ്സ് ആയ ദിവസങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ച് അവർ ഓവുലേഷന്റെ എല്ലാം കണ്ടുപിടിക്കുവാണ്. എന്നിട്ട് ആ ദിവസം കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അവർ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവർ ആഗ്രഹിച്ച ആ ദിവസം വരുന്നു. അന്ന് അവർ ആഗ്രഹിച്ച രീതിയിൽ അവർ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുന്നു. അങ്ങനെ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായികയ്ക്കാണെങ്കിൽ പീരീഡ്സിന്റെ ഡേറ്റ്സ് തള്ളി പോകുന്നു. അപ്പൊ നായികന്റെ മനസ്സിൽ താൻ പ്രഗ്നന്റ് ആയോ എന്നുള്ള ഒരു സംശയം വരാൻ തുടങ്ങുവാണ്. അങ്ങനെ നമ്മുടെ നായിക ഈ കാര്യം അമ്മേനോട് പറയുന്നു, അതായത് അമ്മായിയമ്മേനോട് പറയുന്നു. എല്ലാം ആഗ്രഹിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു എന്ന് ഈ സമയം അവർ പ്രാർത്ഥിക്കുവാണ്. അതുപോലെ നായിക പ്രഗ്നന്റ് ആണെങ്കിലോ എന്ന് വിചാരിച്ച് അവരാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നായകനെ തറയിൽ വെക്കാതെ ആ ഒരു രീതിക്ക് കെയർ ചെയ്യുവാണ്. നായികയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കലും ജ്യൂസ് എടുത്തു കൊടുക്കലും അങ്ങനെ എല്ലാം കൊണ്ടും നായകന് രാജകുമാരിനെ പോലെ നോക്കാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായികയ്ക്ക് പീരീഡ്സ് ആവുന്നത്. അങ്ങനെ മനസ്സിലാവുന്നു തോന്നലുകളെല്ലാം തെറ്റായിരുന്നു എന്ന്, നായിക പ്രഗ്നന്റ് അല്ല എന്ന്. അങ്ങനെ ഇതറിയുന്നതോടെ നായകനും നായികയാകെ തകർന്നു പോകുന്നു. അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായി വരുമായിരുന്നു, അതെല്ലാം ഇല്ലാതായി. അതുപോലെ ഈ കാര്യം അറിയുന്ന സമയത്ത് നായകന്റെ അമ്മായിയമ്മയും ഒരുപാട് സങ്കടപ്പെടുവാണ്. ഇത്രയും ദിവസം ഇവള് പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് അവളെ ആ ഒരു രീതിക്കല്ലായിരുന്നു അവർ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അതല്ലാന്ന് അറിഞ്ഞപ്പോൾ അവർക്കാണെങ്കിൽ അവളോട് എന്തോ ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് 2-3 ദിവസം അമ്മയാണെങ്കിൽ അവളോട് സംസാരിക്കുന്നില്ല. ഇതുകൊണ്ടൊക്കെ നായിക ഒരുപാട് ഫീൽ ആവുന്നു. ഈ കാര്യങ്ങൾ നായകനോട് പറയുന്നു. നമുക്കിനി ഈ കാര്യത്തിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യണം. ഇനി ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയില്ല. ഇത്രയും നാളും ഈ കാര്യങ്ങളൊന്നും നമ്മളൊരു ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ടില്ലല്ലോ. നമുക്കൊരു ഡോക്ടറെ പോയി കാണാം, ഒരു ടെസ്റ്റ് എടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് അത് തന്നെ നല്ലതെന്ന് നായകനും തോന്നുന്നു. അങ്ങനെ അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം വന്ന് അമ്മയോട് പറയുവാണ്. അതായത് ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങളല്ല. അങ്ങനെ അമ്മ പോയിട്ട് വരാൻ പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ ഒരു ഫ്രണ്ടിന്റെയാണ്. ഈ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളൊന്നും ആവാത്തതുകൊണ്ട് അവരവിടെയുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടറെ കണ്ട് അവിടുന്ന് മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഇവർക്ക് കുട്ടികളുണ്ടായത്. ഈ കാര്യങ്ങളെല്ലാം നായകൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നായകന് ഫേസ് ചെയ്യുന്നത് അതേ പ്രോബ്ലം ആണല്ലോ. അതുകൊണ്ട് ഈ ഫ്രണ്ടിനെ കണ്ട് ആ ഡോക്ടറെ പറ്റി ചോദിച്ച് അദ്ദേഹത്തിന്റെ അഡ്രസ് എല്ലാം വാങ്ങി അവിടെ പോയി അദ്ദേഹത്തിനെ കാണാമെന്ന് വിചാരിച്ചാണ് നായകൻ ഇവിടേക്ക് നായകനെ കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ആ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. നീ ഉടനെ പോയി ആ ഡോക്ടറെ കാണും, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് നായകനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നായകനും നായികയും കൂടി ആ ഡോക്ടറെ വന്ന് കാണുന്നതാണ്. അങ്ങനെ ഡോക്ടറെ വന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഈ കഴിഞ്ഞ നാൾ മുഴുവൻ കുട്ടികളുണ്ടാവത്തിന്റെ പേരിൽ നിങ്ങൾ പലരും പറയുന്നത് കേട്ട് ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ. സോ അതെല്ലാം മനസ്സിൽ നിർത്തി കളഞ്ഞ് നിങ്ങൾ ആദ്യം നല്ല സന്തോഷമായിട്ട് ഒരു ട്രിപ്പ് പോയി വാ. ആ ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. അതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും. അതിനുശേഷമാവാം നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ പറയുമ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ അടുത്ത ദിവസം തന്നെ അമ്മേനോടെല്ലാം പറഞ്ഞ് നമ്മുടെ നായകനെയും കൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നു. അങ്ങനെ ആ ട്രിപ്പ് അവരെ ഒരുപാട് ചേഞ്ച് ആക്കുവാണ്. ഡോക്ടർ
ഡോക്ടർ പറഞ്ഞ പോലെ ആ ട്രിപ്പ് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നു. അവരും മെന്റലി ഒരുപാട് ചേഞ്ച് ആവുന്നു. അതിനുശേഷം അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അവർ വീണ്ടും ഡോക്ടറെ വന്ന് കാണുന്നു. അവരുടെ ചേഞ്ചസ് എല്ലാം കാണുന്ന സമയത്ത് ഇനി നമുക്ക് വേണ്ട ടെസ്റ്റുകൾ നടത്താമെന്ന് ഡോക്ടർ പറയുന്നു. നായകനാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഇതറിയുന്ന സമയത്ത് ഡോക്ടർ പറയുവാണ് സിഗരറ്റ് വലിക്കുന്ന ചില ആൾക്കാർക്ക് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. സോ ഇനി മുതൽ വലിയൊക്കെ കുറയ്ക്കണമെന്ന്. ആയിക്കോട്ടെ ഡോക്ടർ എന്നും നായകനും പറയുന്നു. അതിനുശേഷം നമ്മുടെ നായകൻ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നടത്തുവാണ്. അങ്ങനെ റിപ്പോർട്ടെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു നായകന് സ്പെം കൗണ്ട്സ് കുറച്ച് കുറവാണെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം കഴിച്ചാൽ അതൊക്കെ റെഡിയാവുമെന്ന് ഡോക്ടറും നായകനോട് പറയുന്നു. അങ്ങനെ നായകനും നായികയും കൂടി ഡോക്ടറുടെ അടുത്ത് ഈ ട്രീറ്റ്മെന്റ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വീട്ടിലെ നായകന്റെ അമ്മയാണെങ്കിൽ ഇവർക്കൊരു കുഞ്ഞ് പിറക്കാൻ വേണ്ടി അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി ഒരുപാട് പൂജയും വഴിപാടുകളെല്ലാം നടത്തുന്നു. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ അമ്മേന്റെ ഒരു ഫ്രണ്ട് വന്ന് എന്തോ ഒരു ലേഹ്യവും നായകനോട് കഴിക്കാൻ പറഞ്ഞ് അവൾക്ക് കൊടുത്തിട്ട് പോവാണ്. കല്യാണം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ പ്രഗ്നന്റ് ആവാൻ വേണ്ടി കഴിക്കുന്ന ലേഹ്യമായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ നായകന്റെ അമ്മായിമ്മ അതും നായികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നായിക അതും കഴിക്കുന്നു. അങ്ങനെ ഈ ട്രീറ്റ്മെന്റും ലേഹ്യം കഴിക്കലും പിന്നെ ആ പ്രാർത്ഥനയും പൂജയൊക്കെ ആയിട്ട് ആ ഒരു രീതിക്ക് അവരുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായികയ്ക്കാണെങ്കിൽ പീരീഡ്സ് ലേറ്റ് ആവാൻ തുടങ്ങുന്നു. എന്നാൽ ഇപ്രാവശ്യം നായിക ഈ കാര്യം ആരോടും പറയുന്നില്ല. നായകനെ കൊണ്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് നായിക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പൊ നായികയ്ക്ക് മനസ്സിലാവുകയാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ അവൾ ഈ കാര്യം നായകനോടും അമ്മേനോടൊക്കെ പറയുന്നു. അവർ കുറെ നാളായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇത്. അങ്ങനെ ഇത് അറിയുന്ന സമയത്ത് അവർ ഒരുപാട് സന്തോഷിക്കുവാണ്. അതിനുശേഷം നമ്മുടെ നായകന്റെ അമ്മയാണെങ്കിൽ ലേഹ്യം കൊടുത്ത അവരുടെ ആ ഫ്രണ്ടിനോടും അതുപോലെ ദൈവങ്ങളോടും ഒരുപാട് നന്ദി പറയുന്നു. അതേസമയം നമ്മുടെ നായകനും നായികയും അവർക്ക് ഈ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് ഈ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയ ആ ഡോക്ടറോടും നന്ദി പറയുന്നു. അതിനുശേഷം നായകന്റെ അമ്മയല്ല നായികനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നായികയ്ക്ക് ചിക്കൻ ബോക്സ് വരുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഈ അസുഖം വന്നാൽ അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൂടി ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരൊക്കെ ഒരുപാട് ടെൻഷൻ ആവുന്നു. അങ്ങനെ നായികയും നായകനും കൂടി ഈ കാര്യം അവരെ ഡോക്ടറെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു അസുഖം ഒന്നെന്ന് വിചാരിച്ച് മനസ്സിനൊട്ടും ടെൻഷൻ കൊടുക്കരുത്. നല്ല കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുക. അസുഖത്തിനെ വിചാരിച്ച് മനസ്സിനെ ആദ്യം പിടിപ്പിച്ച അത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കാണ് ആപത്ത്. ഇങ്ങനെയെല്ലാം ഡോക്ടർ പറയുന്ന സമയത്ത് നായിക ടെൻഷനെല്ലാം ഒഴിവാക്കി ഫ്രീ ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നായകന്റെ അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് നായകനോട് ഈ കാര്യങ്ങളെ പറ്റി എല്ലാം സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായികയ്ക്ക് ആകെ പൊളിയുവാണ്. എല്ലാവരും ഒന്ന് ഇറങ്ങി പോകുമെന്നും പറഞ്ഞ് നായികയാണെങ്കിൽ അവരെല്ലാവരും ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു. ശേഷം അമ്മയമ്മേനോടും നായകനോടും പറയുവാണ് ഡോക്ടർ വളരെ കാമായിട്ടും കൂളായിട്ടിരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന ഇതുപോലുള്ള സംസാരങ്ങൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാന്ന്. എന്നാൽ ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാവരും ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മാക്സിമം അതിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ നായിക പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവരും മനസ്സിലാക്കുവാണ് നായിക പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ അവർ സമ്മതിക്കുന്നില്ല. ആ കാര്യങ്ങളെല്ലാം അവർ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നു. അങ്ങനെ ഉടനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നായകൻ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ വന്ന് കാണുന്നു. നായകന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി എല്ലാം പറയുന്നു. ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് തന്റെ ഭാര്യ ഇതറിഞ്ഞ സങ്കടപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും അവരോട് പറയാത്തത്. ഈ രോഗം കൂടുതലായ അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവന് വരെ ആപത്തായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ചികിത്സകളെല്ലാം എടുക്കണം. രോഗം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊന്നും ഭാര്യനോട് പറഞ്ഞ് അവരെ ടെൻഷൻ അടിപ്പിക്കാൻ നിൽക്കണ്ടെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നായകൻ മനസ്സിൽ വെക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട ചികിത്സകളെല്ലാം കൊടുത്ത് നായകനെ ഒട്ടും ടെൻഷൻ അടിപ്പിക്കാതെ നായകൻ അവളെ കെയർ ചെയ്തു വരുന്നു. അങ്ങനെ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ചിക്കൻ പോക്സ് എല്ലാം ഭേദമായതിനു ശേഷം നായകൻ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഇപ്പൊ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആ ഗൈനോക്കോളജിസ്റ്റ് ഇവരോട് പറയുവാണ് അസുഖം ഒന്നൊന്നും വിചാരിച്ച് അകത്ത് കിടക്കുന്ന കുട്ടിക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല, കുട്ടി സേഫ് തന്നെയാണ്. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നുകൊണ്ട് തന്നെ വയറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ENT സംബന്ധമായി എന്തെങ്കിലും തകരാറ് വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞു വരുന്നത് കുട്ടിക്ക് സംസാരശേഷിയോ കേൾവിക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായേക്കാം. സോ നിങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്യുക അങ്ങനെ വൈകല്യമുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി ശരിക്കും നായിക ആലോചിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ അവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായത്. അതിനെന്ത് കുഴപ്പമുണ്ടെങ്കിലും ശരി അതിനെ പൊന്നു വരെ നോക്കാം. പക്ഷെ ഒരിക്കലും അതിനെ കളയാൻ കഴിയില്ല എന്ന് നായകൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തന്നെ അവർ തീരുമാനം എടുക്കുവാണ്. ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുന്ന സമയത്ത് ദൈവം നമ്മുടെ കൂടെയുണ്ട്, കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് അമ്മയെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായികന്റെ പ്രഗ്നൻസി ഡേറ്റ് എടുക്കുകയാണ്. അങ്ങനെ പെയിൻ വരുന്ന സമയത്ത് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ നായകനും നായികയ്ക്കും ഒരു കുഞ്ഞു പിറക്കുവാണ്. അങ്ങനെ കുഞ്ഞു പിറന്ന് അതിനെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്താണ് നായകന് സമാധാനമാവുന്നത്. ഇത്രയും നാളും നായകന്റെ മനസ്സിൽ തീയായിരുന്നു. അങ്ങനെ ഇപ്പൊ കുഞ്ഞിനെ കിട്ടിയതിനു ശേഷം ENT സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നായകൻ കുഞ്ഞിനെ കൊണ്ടേ ടെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ഇപ്പൊ കുട്ടിക്ക് കുഴപ്പം കൂടുന്നില്ല എന്നറിയുന്ന സമയത്ത് നായകൻ വീണ്ടും ഹാപ്പി ആവുന്നു. നായകൻ മാത്രമല്ല അവന്റെ ഫാമിലിയും. അതിനുശേഷം ആ കുട്ടീനെ നായകന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവരെ 3 പേരെയും കിട്ടുന്ന രീതിയിൽ നായകനൊരു ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആ കുഞ്ഞിനോടൊപ്പം അവർ സന്തോഷമായിട്ട് ജീവിച്ചു വരുന്നതായിട്ടും ആ കുഞ്ഞ് വളർന്നു വരുന്നതായിട്ടുള്ള സീക്വൻസ് എല്ലാം ആ ഒരു രീതിക്ക് കാണിച്ചുകൊണ്ട് അവർ മൊത്തത്തിൽ ഹാപ്പിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു ഭാര്യയും ഭർത്താവും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിനെ പറ്റി പറയുന്ന ഒരു മൂവിയായിരുന്നു ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.